ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വിളിക്കണ്ട. മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ ആയിട്ടല്ല റീഡിങ്, പേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഒരു പ്രാവശ്യം കൂടി എന്നോട് നീ ക്ഷമിക്കൂ എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി, ഈ പേഴ്സൺ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളോട് പ്ലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ പേഴ്സണ് ഒരു ചാൻസും കൂടി കൊടുക്കൂ, ഈ പേഴ്സണ് ക്ഷമിക്കൂ എന്നുള്ള ഒരു രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് റീസണേറ്റ് ആവുന്നതായിരിക്കും. അത് മാത്രമല്ല, നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് വളരെയധികം റീസണേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ വളരെയധികം ഹാപ്പി ആയിട്ട് നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ജോലി ചെയ്തിരുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ പൊതുവേ ഈ വ്യക്തിയുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത് ഒരു ഒരു പ്ലേഫുൾ വ്യക്തിയാണ്. ഒരു പ്ലേഫുൾ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഒരു അച്ചടക്കമില്ലാതെയും ഒരു കൃത്യത ഇല്ലാതെയും ഒരു പക്വതയില്ലാതെയും ഒക്കെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് തെറ്റുകൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത മുതൽ തൊട്ട് അന്ന് തുടങ്ങിയ തെറ്റുകളാണ് അത് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ഇവിടെ ഒരു എക്സ്ബാക്ക് സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. എക്സ്ബാക്ക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മുമ്പത്തെ കാമുകനോ കാമുകിയോ തിരിച്ചു വരിക, അപ്പോൾ ഈ പേഴ്സൺ അതിലേക്ക് മനസ്സ് മാറുക, അല്ലെങ്കിൽ അതിലേക്ക് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കല്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മേ ബി അതിലേക്ക് മനസ്സ് മാറുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതായത് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട്. ബട്ട് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എവിടേക്കോ ഒരു പാളിച്ചകൾ പറ്റിപ്പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് തെറ്റുകളും പെട്ടെന്ന് അങ്ങോട്ട് പറ്റിപ്പോവുക. അതിപ്പോ എന്താ പറയുക, ഒരു ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂട്ടുകാർ തന്നെ ഈ പേഴ്സണെ ചിലപ്പോൾ പൊട്ടാ മണ്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പോലും ഈ പേഴ്സണെ ഇതെന്ത് പൊട്ടത്തിയാണ്, അല്ലെങ്കിൽ ഇതെന്ത് മണ്ടനാണെന്ന് ചിലപ്പോൾ നിങ്ങളും ചോദിച്ചിട്ടുണ്ടാകും ഈ പേഴ്സണോട്. അപ്പൊ ചില സമയങ്ങളിൽ ഈ പേഴ്സൺ അങ്ങനെ ഒരു മണ്ടൻ ചിന്താഗതി, അല്ലെങ്കിൽ ഒരു മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നതായിട്ട്, അതായത് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, അല്ലെങ്കിൽ നാളെ ഇതൊരു പ്രശ്നമാകുമെന്നറിയാം, പക്ഷെ എന്നാൽ പോലും ആ സെയിം ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സ്ബാക്ക് സിറ്റുവേഷൻ, ഇതിന് മുമ്പത്തെ കാമുകനോ കാമുകയോ മേ ബി ഈ പേഴ്സണെ തേടി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ തേടി വന്നപ്പോൾ മേ ബി നിങ്ങളോടുള്ള ഇഷ്ടം കുറച്ച് കുറഞ്ഞിട്ട് ഈ പേഴ്സൺ അതിലേക്ക് വീണു പോവുക. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ പേഴ്സൺ ഒരു മണ്ടത്തരമാക്കിയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഈ പേഴ്സന്റെ കൂടെ ഉള്ളവരൊക്കെ ഈ വ്യക്തിയെ ഉപദേശിക്കുന്നുണ്ടാകാം. അതായത് മര്യാദക്ക് നടക്കണം, ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു റിലേഷൻഷിപ്പും കൂടി നഷ്ടപ്പെട്ടു പോകും. സോ നീ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം, കുറച്ചും കൂടി മെച്യൂരിറ്റി കൊണ്ടുവരണം, കുറച്ചും കൂടി ബോധപൂർവം നടക്കണം എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ പേഴ്സൺ ഉപദേശിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം പാരൻസ് പോലും ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറച്ച് ടോക്സിസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാർമിക് ബന്ധങ്ങളിൽ പെട്ടെന്ന് ഈ വ്യക്തി വീണു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ചീറ്റിംഗ് കിട്ടിയതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് ചീറ്റിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ അടുത്തും ഇതുപോലെ എന്തൊക്കെയോ
മണ്ടത്തരങ്ങളും കുബുദ്ധികളും ഈ പേഴ്സൺ കാണിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഈ വ്യക്തിക്ക് പണിയായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻ മടുത്തിട്ടുണ്ടാകാം. അത് മടുത്തത് വേറൊന്നും ആയിട്ടല്ല, ഈ പേഴ്സന്റെ ഇങ്ങനത്തെ ഒരു മനോഭാവം ആയതുകൊണ്ടാണ്. മനസ്സിലായോ? ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലും മേ ബി പഠിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മര്യാദക്ക് ജോലിക്ക് പോകുന്നില്ലായിരിക്കാം, എല്ലാത്തിനും ഒരു മടിയും അലസതയും കുട്ടിത്തം കാണിച്ച് നടക്കുക, തമാശ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഒട്ടും തന്നെ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം എനിക്ക് ഇനിയും ഒരു ചാൻസും കൂടെ താ, ഞാൻ എന്തായാലും നന്നായിക്കോളാം, എനിക്ക് ഒരു പ്രാവശ്യവും കൂടി ചാൻസ് താ, എനിക്ക് ഒരു പ്രാവശ്യവും കൂടി ഒരു ചാൻസ് പ്ലീസ്, ഈ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ എന്താ വിചാരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ നിന്നോളും, അല്ലെങ്കിൽ ഈ വ്യക്തി എത്ര പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ചാൻസ് ചോദിച്ചാലും നിങ്ങൾ ചാൻസ് കൊടുത്തോളും. ഇതാണ് ഈ പേഴ്സന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലും ഈ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുകയും ഇതുപോലെ തന്നെ ചീറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരെ അവരുടെ വലയിൽ വീണു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ബിസിനസ് ഒക്കെ നടത്താൻ നന്നായിട്ട് ആഗ്രഹം ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് ചെന്ന് കയറി കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളും ചീറ്റിംഗ് ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ജോലിയിലാണെങ്കിലും ഈ വ്യക്തിക്ക് കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിലും ഈ വ്യക്തിക്ക് ഉയർന്നു വരാൻ പറ്റണില്ല, പരാജയപ്പെട്ടു പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഈ വ്യക്തിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിൽ നിന്നും മനസ്സിലാക്കോ, പാഠം പഠിക്കോ, അതുമില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയെ മതിയായിട്ട് നിങ്ങൾ ഈ വ്യക്തിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് എനിക്ക് ഇനി ഈ ഒരു കണക്ഷന് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് ക്ഷമിക്ക്, എനിക്ക് ഒരു ചാൻസും കൂടി താ, ഞാൻ നന്നായിക്കോളാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ പേഴ്സന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. ബട്ട് എഗെയിൻ ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്നുമില്ല. ഈ വ്യക്തി സെയിം ഈ സ്വഭാവ രീതി തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകാനുണ്ട്. അതുവരെയും ഇങ്ങനെ ഈ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക, ഒരു മണ്ടത്തരം കാണിച്ച ഒരു മണ്ടനെ പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ പിടികിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് ഒരു വാണിംഗ് കൊടുക്കുന്ന രീതിയിൽ എന്താണ് നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ അത് കാര്യമാക്കാതെ ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ആള് പാവമാണ്, ആളുടെ മനസ്സിലൊന്നുമില്ല. നമ്മൾ പറയില്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഈ പേഴ്സണെ മറ്റുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മിസ്യൂസ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു പാഠം പഠിക്കട്ടെ എന്നാണ് നിങ്ങളും വിചാരിക്കുന്നത്, നിങ്ങളും ആഗ്രഹിക്കുന്നത്. സോ അതങ്ങനെ തന്നെ വരട്ടെ. ഈ വ്യക്തിക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം. പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.